ഈ ഈ തിരക്കഥ എഴുതുന്നതിലാണോ അതോ ഗാനങ്ങൾ എഴുതുന്നതിലാണോ സംതൃപ്തി കിട്ടുന്നത്? പാട്ടെഴുത്തുന്ന ഒരു റെഗുലർ പ്രോസസ്സാണ്. പലതും പുറത്തു വരുന്നൊന്നുമില്ല, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ എഴുതും. അതിന് ഒരു പിൻചരിത്രം പറയാനുണ്ട്. ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ വീട്ടിലൊരു ചെറിയ ഫിലിപ്സിന്റെ ടൈപ്പ് റെക്കോർഡർ ഉണ്ട്. വർഷത്തിൽ 2 കാസറ്റൊക്കെ കിട്ടുള്ളൂ. അതിങ്ങനെ നമ്മൾ മാറി മാറി കേൾക്കണം. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ നമ്മൾ ശബരിമല തീർത്ഥാടന കാലത്ത് അരവണ എന്ന പേരിൽ MG സുകുമാർ സാർ പാടിയ ഒരു കാസറ്റ് എനിക്ക് തരികയാണ്. അതിനു മുമ്പ് സാറിൻ്റെ അത് 93-ലാണ് അത് റിലീസാവുന്നത്. അതിനു മുമ്പ് ചിത്രത്തിലും വന്ദനത്തിലും പല പടങ്ങളിൽ സാറിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് സാറിൻ്റെ മുഖം അല്ലെങ്കിൽ സാറ് പാടിയ അങ്ങനെ ഒരു കാസറ്റ് എന്നുള്ള ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പം ഞാനിത് അതിൽ നോക്കി സാറിൻ്റെ ഒരു മുഖം കണ്ടു, അരവണ എന്ന ടൈറ്റിൽ കണ്ടു. ഞാൻ ഈ കാസറ്റ് അന്ന് മുതൽ ഈ തൊട്ടടുത്ത ഈ ദിവസങ്ങളടക്കം ആയിരക്കണക്കിന് തവണ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം കേൾക്കുന്നവർക്ക് വിശ്വസനീയമാവും എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പൂർവ്വജന്മ ബന്ധം പോലെ സാറിൻ്റെ സ്വരവും അതിലെ പാട്ടുകളും, അതിൽ പള്ളിപ്പുറം മോഹനചന്ദ്രൻ സാറാണ് എഴുതിയിരിക്കുന്നത്. നല്ല വരികൾ, സാറാണ് സംഗീതം, നല്ല സംഗീതം, നല്ല ഓർക്കസ്ട്രേഷൻ. പിന്നെ അതിലെ ആ പാട്ട് കേട്ട് 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 എനിക്കിത് കേൾക്കലാണ് അപ്പോഴത്തെ പണി. അതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സാറിൻ്റെ സ്വരം തേടിയുള്ളൊരു യാത്രയാണ്. പിന്നെ അങ്ങോട്ട് എനിക്ക് കയ്യിലൊരു പൈസ കിട്ടിയ ഒരു വിഷു കൈനീട്ടം കിട്ടിയാൽ എനിക്ക് വേറെ കളിപ്പാട്ടം വാങ്ങിക്കലും ഉടുപ്പ് വാങ്ങിക്കലും അല്ല, കാസറ്റ് കടകളിൽ പോയിട്ട് സാറിൻ്റെ പാട്ടുകൾ, അത് ഹിന്ദു ഭക്തിഗാനങ്ങളാവാം, മാപ്പിള പാട്ടുകളാവാം, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ, സിനിമാ പാട്ടുകൾ, ഓണപ്പാട്ടുകൾ, ആൽബങ്ങൾ, ലളിതഗാനങ്ങൾ, എന്തൊക്കെ കിട്ടുമോ ഇത് വാങ്ങി കേട്ട് കേട്ട് എൻ്റെ തലയ്ക്കകത്തൊരു 100 ഫോൾഡറിൽ MG സാറ് പാടിയിട്ടുള്ള വിവിധ പാട്ടുകളുടെ കളക്ഷനാണ്. അതിലിപ്പോ ഇത് പറയുന്ന സമയത്ത് ഏറ്റവും വലിയ സന്തോഷം, ഇപ്പോ സാറിൻ്റെ അയ്യപ്പ ഭക്തിഗാനങ്ങൾ അത് റിലീസ് ചെയ്ത് തുടങ്ങിയിട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 35ാമത്തെ വർഷത്തിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. അതൊരു മൈൽ സ്റ്റോൺ ആണ്. 87-ലായിരിക്കണം ഒരു രഞ്ജിനിയുടെ ഒരു കാസറ്റ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. തുടക്കം മുതൽ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓർത്താൽ മനസ്സിലൊരു കാസറ്റുകളുടെ പേരുകൾ, അങ്ങനെ ഒരുപാട് കാസറ്റുകൾ, ദേവമുദ്ര, ഭസ്മതീർത്ഥം, അയ്യപ്പരഞ്ജിനി, സന്നിധി, തൃപ്പടി, അരവണ, തഗ്ഗഭസ്മ, സ്വാമിക്കുരു മുഴുക്കപ്പ്, പൂങ്കാവനം, ശബരിമല, സ്വാമിയെ ശരണയ്യപ്പ, പുലിവാഹന അയ്യപ്പ, സ്വാമി അയ്യപ്പൻ, പമ്പ എന്നൊക്കെ തുടങ്ങി കുറേയധികം കാസറ്റുകൾ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ സാർ നേരത്തെ പാട്ടിനെ കുറിച്ചാണല്ലോ, പാട്ടെഴുത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. ഞാനൊരു പക്ഷെ പാട്ട് എഴുതാൻ ഒരു കഴിവ് അല്പമെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വരികൾ കേട്ട് കേട്ട് മനസ്സിൽ പതിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു തുടർച്ചയാണ്. അതിലെനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയൊരു പോയിന്റ് ഉണ്ട്. അത് ഏകദേശം 2003 എന്ന വർഷത്തിലെത്തിയപ്പോൾ പമ്പ എന്ന കാസറ്റ് റിലീസാകുമ്പോൾ, ഇതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ അയ്യപ്പ ഭക്തിഗാനമാണെങ്കിലും ദാസേട്ടൻ പാടിയിട്ടുള്ള ഗംഗയാറ് പിറക്കുന്നു, ശങ്കരനജലം കൈലാസം, ഖേദമേഘം ദീർഘയാത്ര, ആദിവ്യനാമം, ഈ തരത്തിലുള്ള പാട്ടുകളാണ് ആളുകളുടെ ഇടയിൽ കൂടുതൽ എത്തുന്നിരിക്കുന്നത്. ഞാൻ ഈ കാസറ്റുകൾ പിടിച്ച് കേൾക്കാൻ പലർക്കും കൊടുക്കുമ്പോൾ പാട്ടൊക്കെ ഇഷ്ടമാണ്, സാറിന്റെ പാട്ടുകളൊക്കെ അവർ കേൾക്കുന്നത് ഇഷ്ടമാണെങ്കിലും ഞാൻ കാണിക്കുന്ന ഭ്രമം ഭയങ്കര പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ചില സമയത്ത്. നിനക്ക് വേറെ പാടിയൊന്നുമില്ല, ഇത് കുറെ ആയല്ലോ എന്നും പറഞ്ഞ്. പക്ഷേ 2003 പമ്പ എന്ന കാസറ്റ് ഇറങ്ങിയപ്പോ, അത് സജിതൻ ചേട്ടനാണല്ലോ എന്റെ പ്രൊഡക്ഷൻ, അത് സൂപ്പർ ഹിറ്റായി. അതിലാണോ കണ്ണാടി ചില്ലോലും? അതെ അതെ, ആദ്യത്തെ പാട്ട് പൊന്നുപമ്പയിൽ പ്രണവരൂപനായി, കണ്ണാടി ചില്ലോലും, കാത്തുരക്ഷിക്കണം, കന്നിമൂല, പേട്ടയ്ക്കും പാട്ടിനും, വിശ്വനാഥ വിഭുവെ, ഒരുപാട് അത്തരത്തിലുള്ള ഈ പാട്ടുകൾ ഹിറ്റായപ്പോൾ മുതല് എനിക്ക് അഭിമാനം തോന്നിയെന്ന് വെച്ചാൽ, ഈ നേരത്തെ കളിയാക്കിയ ആൾക്കാർ ആ പഴയ കാസറ്റിൽ ചിലട്ട് എന്ത് രസമാണ് ഈ പാട്ടുകൾ കേൾക്കാൻ. പതിയെ പതിയെ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു സത്യം ആളുകൾ അംഗീകരിക്കുന്നതിന്റെ ഒരു ആഹ്ലാദം എനിക്കുണ്ടായി. പിന്നെയും ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ